ഹായ് എവരി വൺ, വെൽക്കം ടു അഡ്രിനാലിൻ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഓഡിറ്ററി ട്യൂബാണ്. മെയിൻലി ഓഡിറ്ററി ട്യൂബ് പിന്നെ ടിമ്പാനിക് മെമ്പറൈനൊക്കെ ഷോർട്ട് നോട്ടായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. സോ ഓഡിറ്ററി ട്യൂബിൻ്റെ മറ്റൊരു പേരാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് ഓർ ഫാരിഞ്ചോ ടിമ്പാനിക് ട്യൂബ്. ചിലപ്പോൾ നമുക്ക് ഓഡിറ്ററി ട്യൂബ് എന്ന് പറയുമ്പോഴും യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുമ്പോഴൊക്കെ അറിയായിരിക്കും. പക്ഷേ ഫാരിഞ്ചോ ടിമ്പാനിക് ട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാണ്ട് പോകും. അപ്പോൾ ഇതുപോലെ പല പല പേരുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. സോ ഇറ്റ് ഈസ് എ മ്യൂക്കസ് ലൈൻഡ് ഓസിയോകാർട്ടിലേജിനസ് ചാനൽ. ഒരു കാർട്ടിലേജും ബോണി പാർട്ടും ഉള്ളൊരു ചാനലാണ് ഈ ഓഡിറ്ററി ട്യൂബ് എന്ന് പറയുന്നത്. ആസ് വി നോ ഇറ്റ് കണക്ട്സ് ദ നാസോഫാരിങ്സ് വിത്ത് ദ ടിമ്പാനിക് ക്യാവിറ്റി. നമ്മുടെ ഇയറിൻ്റെ ടിമ്പാനിക് ക്യാവിറ്റിയും നാസോഫാരിങ്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഓസിയോകാർട്ടിലേജിനസ് ട്യൂബ് അല്ലെങ്കിൽ ചാനലാണ് ഓഡിറ്ററി ട്യൂബ്. It maintains the equilibrium of air pressure on either side of the tympanic membrane for its proper vibration. നമ്മുടെ ടിമ്പാനിക് മെമ്പറൈൻ്റെ പുറത്തും ഉള്ളിലുമായിട്ടുള്ള പ്രഷറിൻ്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഓഡിറ്ററി ട്യൂബിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻ ആൻ അഡൾട്ട് ഇറ്റ് ഈസ് അബൌട്ട് 36 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് റൺസ് ഡൗൺവേർഡ്സ് ഫോർവേഡ് ആൻഡ് മീഡിയലി ഫ്രം ദ ടിമ്പാനിക് എൻഡ്. അപ്പോൾ ടിമ്പാനിക് എൻഡ് മുതൽ നേസോഫാരിങ്സിൻ്റെ ഫാരിഞ്ചിയൽ എൻഡ് വരെ ഡൗൺവേർഡായിട്ട് മീഡിയലി റൺ ചെയ്യുന്ന ഒരു ട്യൂബാണ് നമ്മുടെ ഓഡിറ്ററി ട്യൂബ്. സോ ഇതാണ് നമ്മുടെ ഓഡിറ്ററി ട്യൂബ്. വരയ്ക്കാൻ കഴിവുള്ളവർ വരയ്ക്കാനായിട്ട് നോക്കുക. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ വേണ്ട ഒരു ഓസിയോ കാർട്ടിലേജിനസ് പാർട്ടാണ്. ഒരു ബോണി പാർട്ടും ഉണ്ട്, ഒരു കാർട്ടിലേജിനസ് പാർട്ടും ഉണ്ട്. സോ ഇനി നമുക്ക് അതിൻ്റെ പാർട്സ് നോക്കാം. ഇവിടെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ബോണി പാർട്ട് ആൻഡ് എ കാർട്ടിലേജിനസ് പാർട്ട്. സോ ഓസിയസ് ഓർ ബോണി പാർട്ട് ഇറ്റ് ഈസ് ദ പോസ്റ്റീരിയർ പാർട്ട്. ബോണി പാർട്ട് ഈസ് ദി പോസ്റ്റീരിയർ പാർട്ട് ആൻഡ് ഇറ്റ് ഫോംസ് ദി 1/3. ഇത് നമ്മൾ ഈ ഒരു ട്യൂബ് ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഈ ട്യൂബ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ മൂന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു 1/3 ആണ് എന്ത് ഈ ബോണി പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഫോംസ് ദി പോസ്റ്ററോ ലാറ്ററൽ പാർട്ട് of the total length of the tube, and it lies between the tympanic and the petrous part of the temporal bone. Temporal bone petrous and tympanic പാർട്ടിന് ഇടയിലായിട്ടാണ് നമുക്ക് ഈ ബോണി പാർട്ട് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ദി മിഡിൽ ഇയർ. ഇത് മിഡിൽ ഇയറിലേക്ക് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇനി കാർട്ടിലേജിനസ് പാർട്ടാണ്. ആൻഡ് കാർട്ടിലേജിനസ് പാർട്ട് ഇത് നമ്മൾ പറഞ്ഞു പോസ്റ്ററോ ലാറ്ററൽ പാർട്ടാണ് ഈ ബോണി പാർട്ട്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ കാർട്ടിലേജിനസ് പാർട്ട് ഇറ്റ് ഈസ് ആൻഡറോ മീഡിയൽ പാർട്ട് ആൻഡ് ഫോംസ് ഇവിടെ 1/3 ആയിരുന്നു, ഇവിടെ 2/3 ഓഫ് ദി ട്യൂബ്. സോ നമുക്ക് ടോട്ടൽ ലെങ്ത് എന്ന് പറയാം 12 + 24 36 millimeter എന്ന് പറയാം. സോ osseous part or bony part is the posterolateral part and forms the 1/3, and cartilaginous part is anteromedial part and forms the 2/3 of the total tube. The cartilaginous part is made up of a single piece of fibrocartilage which is folded upon itself in such a way that it forms the whole of the medial wall, roof and part of the lateral wall. So ഇതൊരു സിംഗിൾ പീസ് ഓഫ് എലാസ്റ്റിക് ഫൈബ്രോ കാർട്ടിലേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഫോൾഡ് ചെയ്തിട്ട് മീഡിയൽ വാളും റൂഫും കുറച്ച് ലാറ്ററൽ പാർട്ടും ഇത് തന്നെ ഫോം ചെയ്യും. ബാക്കി ലാറ്ററൽ വാൾ എന്ന് പറയുന്നത് ഫൈബ്രസ് മെംബ്രെയിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മറ്റേത് എലാസ്റ്റിക് ഫൈബ്രോ കാർട്ടിലേജ്. ക്ലിയർ? അപ്പോൾ ഇതാണ് പാർട്ട്. ബോണി പാർട്ടും ഉണ്ട്, കാർട്ടിലേജിനസ് പാർട്ടുണ്ട്. കാർട്ടിലേജസ് പാർട്ട് എങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? നമ്മുടെ നേസോഫാരിങ്സിലേക്കും. ബോണി പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടിമ്പാനിക് ക്യാവിറ്റിയിലേക്കുമാണ് ഓപ്പൺ ചെയ്യുന്നത്. ടിമ്പാനിക് ക്യാവിറ്റി. ഓക്കെ, ഇവിടെ ഫാരിഞ്ചിയൽ എൻഡ്. ഇനി നമ്മൾ പാർട്ട് പറഞ്ഞു. ഇനി 2 എൻഡാണുള്ളത്, ടിമ്പാനിക് പാർട്ടും ഫാരിഞ്ചിയൽ പാർട്ടും. നമ്മൾ പറഞ്ഞു ഒരു എൻഡ് ബോണി പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടിമ്പാനിക് ക്യാവിറ്റിയിലേക്കാണ് തുറക്കുന്നത്. സോ ദാറ്റ് എൻഡ് ഈസ് കോൾഡ് ടിമ്പാനിക് എൻഡ്. ആൻഡ് മറ്റേ എൻഡാണ് എങ്ങോട്ടേക്കാണ് കാർട്ടിലേജിനസ് എൻഡ് എന്ന് പറയുന്നത് നേസോഫാരിങ്സിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫാരിഞ്ചിയൽ പാർട്ട്. സോ ടിമ്പാനിക് എൻഡ് ഓഫ് ദ ട്യൂബ് ഈസ് സ്മോൾ ആൻഡ് ബോണി ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി ആൻറ്റീരിയർ വോൾ ഓഫ് ദി മിഡിൽ ഇയർ എ ലിറ്റിൽ എബോവ് ഇറ്റ്സ് ഫ്ലോർ. അപ്പോൾ ഇത് എവിടെയായിട്ടാണ് ഇരിക്കുന്നത്? മിഡിൽ ഇയറിൻ്റെ ആൻറ്റീരിയർ വോളിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതാണ് എന്ത് ഇതിൻ്റെ
ടിംബാനിക് എൻഡ് എന്ന് പറയുന്നത്. സോ കമ്പയറിങ് വിത്ത് ദ ഫാരിഞ്ചിയൽ എൻഡ്, ഈ ടിംബാനിക് എൻഡ് ഭയങ്കര സ്മോൾ ആണ് ആൻഡ് ഇറ്റ് ഈസ് ബോണി. സോ അതാണ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എവിടെയാണ് ലൊക്കേഷൻ ആൻറ്റീരിയർ വോൾ ഓഫ് മിഡിൽ ഇയറിലാണ്. ഇനി ഫാരിഞ്ചിയൽ എൻഡ് എന്താണ്, റിലേറ്റീവ്ലി ലാർജ് ആൻഡ് സ്ലിറ്റ് ലൈക്ക്, ഒരു വെർട്ടിക്കൽ സ്ലിറ്റ് പോലെയാണ് ഫാരിഞ്ചിയൽ എൻഡ് ഉള്ളത്. ദാറ്റ് ഈസ് കാർട്ടിലേജിനസ് പാർട്ട് ആൻഡ് ലാർജർ കമ്പയർഡ് ടു ടിംബാനിക് എൻഡ്. And it is situated in the lateral wall of the pharynx. So here it is located in the anterior wall of the middle ear, and here it is located in the lateral wall of the pharynx. Okay, then pharyngeal orifice is the widest part of the tube. അപ്പോൾ നമ്മൾ ട്യൂബ് നോക്കുമ്പോൾ ഇവിടം വരെ അതിൻ്റെ കാർട്ടിലേജിനസ് പാർട്ട്, പിന്നെ ഇതിൻ്റെ ബോണി പാർട്ട്. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ട്യൂബ് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ലാർജസ്റ്റ് പാർട്ടും ഈ ഫാരിഞ്ചിയൽ എൻഡിലാണ്. ഓക്കെ, അപ്പോൾ സോ ഫാരിഞ്ചിയൽ എൻഡ് ഈസ് ലാർജർ, കാർട്ടിലേജിനസ് ആൻഡ് മോർ ലൈക്ക് എ സ്ലിറ്റ്, ലൈക്ക് എ വെർട്ടിക്കൽ സ്ലിറ്റ്, ആൻഡ് ഓപ്പൺസ് ഇൻ ടു nasopharynx. Then the tympanic end is more smaller, bony, and it opens into the tympanic cavity. ഇപ്പോൾ മൊത്തത്തിലുള്ള ട്യൂബിൻ്റെ വൈഡസ്റ്റ് പാർട്ടാണ് ഫാരിഞ്ചിയൽ എൻഡ്. സോ അതവിടെ കഴിഞ്ഞു. ദെൻ ലൈനിങ് ഓഫ് ദി ട്യൂബാണ്. ലൈനിങ് ഓഫ് ദി ട്യൂബ് ഈസ് ലൈൻഡ് ബൈ pseudo stratified ciliated columnar epithelium with intercepted goblet cells. Goblet cells എന്താണ്, mucus secreting gland ആണ്. സോ ഇവിടെ സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് സീലിയേറ്റഡ് കൊളുമിനാർ എപ്പിത്തീലിയം ആണ് അതിൻ്റെ ട്യൂബിലുള്ളത്. സോ ഇതെന്താണ്, സീലിയ ബീറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് നേസോഫാരിങ്സ്, നേസോഫാരിങ്സിലേക്കുള്ള ഒരു ഡയറക്ഷനാണ് സീലിയക്കുള്ളത്. ഇറ്റ് ഹെൽപ്പ് ടു ഡ്രെയിൻ ദ സെക്രീഷൻ ആൻഡ് ഫ്ലൂയിഡ് ഫ്രം ദ മിഡിൽ ഇയർ ടു ദ നേസോഫാരിങ്സ്. നേസോഫാരിങ്സിൽ നിന്നും മിഡിൽ ഇയറിൽ നിന്നും നേസോഫാരിങ്സിലേക്കുള്ള സെക്രീഷൻസിൻ്റെ ഡ്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഫങ്ഷൻസും കൂടെ ഉള്ളൂ. ഫങ്ഷൻസ് നമുക്ക് ഒന്നാമത്തത് അറിയാം, എന്താണ്, എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഓൺ either സൈഡ് ഓഫ് ദ tympanic membrane. അറ്റ് റെസ്റ്റ് ദ ട്യൂബ് റിമെയിൻസ് ക്ലോസ്ഡ്, ബട്ട് ഡ്യൂറിങ് സാലോയിങ്, യോണിങ് ആൻഡ് സ്നീസിങ് ഇറ്റ് റിഫ്ലെക്സ്ലി ഓപ്പൺ. ഒരു റിഫ്ലെക്സ് ആക്ഷനായിട്ട് നമ്മൾ യോൺ ചെയ്യുമ്പോഴും സ്വാലോ ചെയ്യുമ്പോഴും ഒക്കെ ഇത് തുറക്കുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ദ മിഡിൽ ഇയർ ബൈ പ്രിവെൻറ്റിംഗ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഹൈ സൗണ്ട് പ്രഷർ ഫ്രം ദി nasopharynx into the middle ear, as normally the tube remains closed. Protection of the middle ear. മൂന്നാമത്തത് എന്താണ്, ക്ലിയറൻസ് ഓഫ് ദി middle ear secretions by actively opening and closing of the tube. The cilia of the mucus lining of the tube beat in the direction of the nasopharynx and drain the secretion of the middle ear into the nasopharynx. അപ്പോൾ മൂന്ന് ഫംഗ്ഷനും നമ്മൾ പറഞ്ഞതുപോലെ, ഒന്നാമത്തത് എന്താ, മെയിൻറ്റെയിനിങ് ദി ഇക്വിലിബ്രിയം ഓൺ either side of the tympanic membrane, അത്രയും പറഞ്ഞാലും മതി. രണ്ടാമത്, പ്രൊട്ടക്ഷൻ ഓഫ് ദ മിഡിൽ ഇയർ ബൈ പ്രിവെൻറ്റിംഗ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഹൈ സൗണ്ട് പ്രഷർ ഫ്രം ദ നേസോഫാരിങ്സ് ടു ദ മിഡിൽ ഇയർ. മൂന്നാമത് നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ എന്താണ്, ആ സീലിയ ഉള്ളത് കൊണ്ട് ക്ലിയർ ദ സെക്രീഷൻസ് ഫ്രം ദ മിഡിൽ ഇയർ ഇൻ ടു ദി നേസോഫാരിങ്സ്. അത്രയേ ഉള്ളൂ. സോ ഇത് ഇത്രയാണ് നമ്മൾ ഓഡിറ്ററി ട്യൂബ് പറയുമ്പോൾ ഓർക്കേണ്ടത്. ഒന്നാമത്തത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ആൻഡ് സെക്കൻഡ് ഫിഗർ വരയ്ക്കാൻ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫിഗറെങ്കിലും നിങ്ങൾ ഓർക്കാൻ പഠിക്കുക. ഏതാണ് കാർട്ടിലേജിനസ് പാർട്ട്, ഏതാണ് ബോണി പാർട്ട്, അതിൻ്റെ ടിംബാനിക് മെമ്പറൈൻ, ഫാരിഞ്ചിയൽ മെമ്പറൈൻ, ഇത് എങ്ങോട്ടേക്കാണ് തുറക്കുന്നത്, നേസോഫാരിങ്സ്, ഇത് ടിംബാനിക് കാവിറ്റി. അത്രയെങ്കിലും നമ്മൾ ഓർത്ത് വയ്ക്കുക. സോ രണ്ടാമത് പറഞ്ഞു, പാർട്സ്, ബോണി പാർട്ടും കാർട്ടിലേജിനസ് പാർട്ടും, എൻഡ് ടിംബാനിക് എൻഡ്, ഫാരിഞ്ചിയൽ എൻഡ്, ലൈനിങ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് സീലിയേറ്റഡ് കൊളമിനാർ എപ്പിത്തീലിയം വിത്ത് ഇന്റർസെപ്റ്റഡ് ഗോബ്ലെറ്റ് സെൽസ്. സീലിയ ഏത് ഡയറക്ഷനിലേക്കാണ്, നേസോഫാരിങ്സിൻ്റെ ഡയറക്ഷനിലേക്ക്, ആൻഡ് ഹെൽപ്പ് ഇൻ ദ draining of secretions from the middle ear into the nasopharynx. മൂന്ന് functions. So hope you are all clear. So this is about auditory tube. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്റേഴ്സിനോട് ചോദിക്കാം, ആൻഡ് കമൻറ്റ് സെക്ഷനിലായിട്ടും ചോദിക്കാം. ദെൻ താങ്ക് യു.